സീറോ ഫിനേഷ്യൻ സ്ത്രീയുടെ വിശ്വാസം. അവൾ സീറോ ഫിനോഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, ആദ്യം മകൾ ഭക്ഷിച്ച് തൃപ്തിയാകട്ടെ. മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നല്ലതല്ല എന്ന് മറുപടി പറഞ്ഞു. കർത്താവേ, അത് ശരിയാണ്. എങ്കിൽ മേശയ്ക്ക് കീഴിൽ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷ്ണങ്ങളെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക. പിശാച് നിന്റെ മകളെ വിട്ട് പോയിരിക്കുന്നു. എൻ്റെ ചെല്ല മക്കളെ, അമ്മയും ഒരു അതേപോലത്തെ സീറോ ഫിലോഷ്യൻസ് സ്ത്രീയിൽപ്പെട്ട അതേപോലത്തെ എന്നുവെച്ചാൽ ഹിന്ദു ഇതിൽപ്പെട്ട ഒരു അമ്മയാണ്. പക്ഷെ അമ്മ 19 വയസ്സിൽ അമ്മ പറഞ്ഞിരുന്നു, അമ്മ ജ്ഞാനസ്നാനവും കുർബാനയും കുമ്പസാരവും എല്ലാം സ്വീകരിച്ച അമ്മയ്ക്ക് ഇത്രയും ഭയങ്കര വിശ്വാസത്തിലോട്ട് അമ്മ കാലെടുത്ത് വയ്ക്കുകയായിരുന്നു. ചില മക്കൾ ഈ വചനത്തിൽ പറഞ്ഞതുപോലെയല്ല എൻ്റെ ജീവിതത്തിൽ നടക്കുകയാണ്. എല്ലാവരും ഇത് നാട് മൊത്തം എല്ലാ മക്കളും ഇത് അറിയണം. എൻ്റെ ബഹുമാനമുള്ള ലിയോ 14 മാർപ്പാപ്പ, എൻ്റെ ബഹുമാനമുള്ള എല്ലാ ജില്ലയിലും പെട്ട എൻ്റെ പിതാക്കന്മാർ, എല്ലാ ജില്ലയിൽപ്പെട്ട പിതാക്കന്മാരും ഇത് കേൾക്കണം, ഇത് കാണണം. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഈ വചനത്തിൽ പറയും പോലെല്ലാം ഈ ത്രേസ്യാപുരത്ത് ഈ ഗസമൻ തോട്ടത്തിൽ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ എല്ലാവരും ഇതറിയണം. ലോകം മൊത്തം എല്ലാ മക്കളും കേൾക്കണം. ഇത് ഇവിടെ നടക്കുന്ന യഥാർത്ഥ സത്യത്തിൻ്റെ കഥകളാണ്. എൻ്റെ ചില മക്കളെല്ലാം സുഖമായിരിക്കണോ? നിങ്ങൾ ഹാപ്പി ആയിരിക്കണോ? നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം. അമ്മ ഈ വചനത്തിൽ പറഞ്ഞതുപോലുള്ള ഇതെല്ലാമാണ് ഇവിടെ ഈ ത്രേസ്യാപുരത്തായ ഈ ത്രേസ്യാപുരത്തുള്ള ഈ അമ്മ പറയുകയാണ്. ഇവിടെ ഇത് സംഭവിക്കുകയാണ്. ഈ വചനത്തിലുള്ളതെല്ലാം സംഭവിക്കുകയാണ് മക്കളെ. എന്ന് വെച്ചാൽ അമ്മ ഒരു ഫംഗ്ഷൻ ഇവിടെ പോയിരുന്നു. ഏത് ഫംഗ്ഷന് അത് എടുത്തു പറയണില്ല എങ്കിൽ അവർക്കൊക്കെ വിഷമമാകും. ഒരു ഫംഗ്ഷന് പോയപ്പോൾ അമ്മ കണ്ട കാഴ്ചയാണ്. വൈദ്യന് 1ാം സ്ഥാനം കൊടുക്കാതെ ഇതുപോലെ പട്ടിക്ക് കൊടുക്കേണ്ട ബാക്കി വരണ ഭാഗങ്ങൾ അവസാനം പറയാണ് ദൈവത്തിനൊന്നും കൊടുത്തില്ല എന്നാണ് പറയണത്. അപ്പോൾ അമ്മേരെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ലാസ്റ്റ് അമ്മ കൂടുതലിരുന്ന് ലാസ്റ്റ് നോക്കിയപ്പോൾ 2 എണ്ണമായിരുന്നു. 1നെ വെച്ചിട്ട് അമ്മ എടുത്ത് എൻ്റെ മക്കൾക്ക് കൊടുക്കുവാൻ. അപ്പോൾ അതിനെ പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് യേശുവിന് കൊണ്ട് കൊടുക്കണതാണ് കാഴ്ച കണ്ടത്. അപ്പോൾ യേശുവിന് എന്ത് ചെയ്യണം? എല്ലാ പള്ളിയിലും എന്ത് ചെയ്യണം? 1ാം സ്ഥാനം കൊടുക്കണം. എൻ്റെ ദൈവങ്ങൾക്ക് വൈദികർക്ക് 1ാം സ്ഥാനം കൊടുക്കണം. അത് കൊടുത്തില്ല എങ്കിൽ അത് നമ്മളെ ഇവിടെ ഗസമൻ തോട്ടത്തിൽ പറയുമ്പോൾ പറഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റൂല, എപ്പോഴെങ്കിലും കൊടുക്കാൻ പറ്റും. അങ്ങനെയല്ല, ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കണം മക്കളെ. എല്ലായിടത്തും ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കണം. ദൈവം എന്ന് പറയുന്ന വചനം പ്രഘോഷിക്കണ ഒരു ആൾ ദൈവമാണ്. ആ വചനം പ്രഘോഷിക്കണ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം? 1ാം സ്ഥാനം കൊടുക്കണം. നമ്മളെല്ലാവരും 1ാമത് കൊടുക്കണം. എന്ത് സ്ഥാനം? ഇവിടെ ലാസ്റ്റാണ് ചായ മണ്ടിയുടെ കലയ്ക്ക് ലാസ്റ്റാണ് ദൈവത്തിനും വൈദികനും കൊണ്ട് കൊടുക്കുന്നത്. എൻ്റെ ചെല്ല മക്കളെ, അത് ശരിയല്ല. എല്ലാവരും 1ാം സ്ഥാനം വൈദ്യന് കൊടുക്കണം. ഈ വചനത്തിൽ നടക്കുമ്പോൾ എല്ലാം ഈ ഗസമൻ തോട്ടത്തിൽ നടക്കണം. എൻ്റെ പിതാക്കന്മാരെല്ലാം അറിയണം. എല്ലാ ജില്ലയിലുള്ള പിതാക്കന്മാരും ഇത് കേൾക്കണം. ഇവിടെ ന്യായം വേണം, ഇവിടെ നീതി വേണം. ഇത് നടക്കണ എല്ലാം സത്യമാണോ എന്നറിയണം. ഒരു വൈദ്യൻ ഇല്ലാതെ ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ വൈദ്യൻ്റെ കുറ്റങ്ങളാണ് പറയണത്. ഈ ഗസമൻ തോട്ടത്തിൽ ഇവിടെ നിന്ന് ഒരു യാത്ര ഒരു വൈദ്യൻ്റെ പപ്പ മരിക്കുമ്പോഴാണ് ഞാനും കൂടി ഇവരെ കൂടെ ഒരു യാത്ര പോണത്. വൈദ്യൻ ഇല്ലാതെ പോകുമ്പോൾ വൈദ്യനെക്കുറിച്ച് കുറ്റങ്ങൾ, ഇത്രയും ആളുകൾ ഇരിക്കുമ്പോൾ വൈദ്യനെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ വൈദ്യനോട് പോയി പറയുക. അല്ലെങ്കിൽ എന്തിനു ചെയ്യുക? അതിന് അധികാരപ്പെട്ട ആളുകളോട് സംസാരിക്കുക. ഇങ്ങനെ കുറ്റങ്ങൾ പറയുകയാണ്. ദൈവമേ, ഇതെന്ത് സംഭവിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ചെല്ല മക്കളെ, ഒരു വൈദ്യനെക്കുറിച്ച് ആരും കുറ്റങ്ങൾ പറയണ്ട. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കുറ്റങ്ങൾ കൊണ്ട് പറയാനുള്ള അധികാരികളോട് പറയുക. അല്ലാതെ ഇങ്ങനെ പൊതുസ്ഥലങ്ങളിലും കൂട്ടത്തിലും ഒരു യാത്ര പോകുമ്പോഴും അല്ല വൈദ്യനെക്കുറിച്ച് കുറ്റം പറയണത്. എൻ്റെ ചെല്ല മക്കളെല്ലാം അതല്ല 1ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കാൻ പറ്റും. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കുറച്ചൊക്കെ പരിഹാരമുണ്ടാക്കാൻ പറ്റും. ദേവാലയങ്ങളിൽ എല്ലാ മക്കളും വൈദ്യർക്ക് 1ാം സ്ഥാനം കൊടുക്കുക. എന്നുവെച്ചാൽ വൈദ്യർക്ക് ആഹാരത്തിലൊക്കെ ബഹുമാനത്തിലും എല്ലാവരും കൊച്ചുമക്കളൊക്കെ കൈയെടുത്ത് തൊഴണ മക്കളായിരിക്കുക. വൈദികരെയും അങ്ങനെ തന്നെ ഗുരുക്കന്മാരെ എല്ലാവരും ബഹുമാനിക്കണം. അത് നിയമത്തിലേ ഉണ്ട്. അതൊക്കെ വൈദികരെയും ഏത് കൊച്ചു വൈദികനായാലും നമുക്ക് കൈയെടുത്ത് തൊഴാം. നമ്മളെ വയസ്സിന് മൂത്ത കൊച്ചെന്ന് പറയുന്നത് നമുക്ക് തൊഴാതിരിക്കണ്ടേ. എല്ലാ വൈദികരെയും നമുക്ക് ബഹുമാനിക്കാം. അതിനുള്ള നടപടികളെല്ലാം എൻ്റെ പിതാക്കന്മാർ ചെയ്യണേ എല്ലാ പള്ളികളിലും.
ഇവിടെ അത്രയ്ക്ക് എൻ്റെ യേശു ജാതി പറഞ്ഞടിച്ചു. അത്രയ്ക്ക് അത് ആൾക്കൂട്ടത്തിൽ നിർത്തിയാണ് ആ വൈദ്യനെക്കുറിച്ച് അത്രയ്ക്ക് മോശമായി. എൻ്റെ മകനായ യേശുവിനെ ഞാൻ അത്രയ്ക്ക് ജീവനായി സ്നേഹിച്ച ഒരു ദൈവത്തിനെ എൻ്റെ മകനാണ് എന്നെ പ്രവചിക്കാൻ കഴിവുണ്ടുള്ള അമ്മയെന്നൊക്കെ ഈ ലോകത്തിന് വിളിച്ചു പറഞ്ഞത്. ഈ ഗസമ തോട്ടത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഒത്തിരി പീഡനങ്ങൾ എൻ്റെ പിള്ളയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു. അത് എനിക്ക് അച്ഛനെന്ന് പറയാൻ പാടില്ലായിരുന്നു, എനിക്ക് എൻ്റെ എന്ന് പറയാൻ പാടില്ലെന്ന്, വൈദ്യൻ്റെ പേര് പറയാൻ പാടില്ല. അത്രയ്ക്ക് എന്നെ ഇവിടെ ഉള്ളവർ വോട്ടിച്ചിട്ട് അടിച്ചുകൊണ്ടിരുന്നു. എനിക്കിപ്പോൾ ഇവിടെ ആരുമേ ഇല്ല മക്കളെ, ഈ നാട്ടിൽ എനിക്ക് ആരുമേ ഇല്ല. എന്നോട് ആരും മിണ്ടണില്ല. ഞാൻ ലോകത്തിന് എല്ലാവർക്കും അമ്മയെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ വൈദ്യരെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ എന്നെ എല്ലാവരും വോട്ടിച്ചടിച്ചു. എൻ്റെ എന്ന് പറഞ്ഞപ്പം അതൊന്നും എൻ്റെ മോനോ എന്ന് കേട്ടോണ്ട് ഇപ്പോൾ ആരും എന്നോട് സംസാരിക്കുകയും ചെയ്യുന്നില്ല. അത്രയ്ക്ക് ഈ ഇവിടുത്തെ ആൾക്കാർ മോശമാണ് മക്കളെ, അത്രയ്ക്ക് ആളുകളും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചെല്ല മക്കളെല്ലാം വൈദ്യന് 1-ാം സ്ഥാനം കൊടുക്കണം. അമ്മ പറയാണ് കരുണയുടെ സഹായം നിങ്ങൾ എല്ലാ ജില്ലയിൽ നിന്ന് എല്ലാ മക്കളും എന്ത് ചെയ്യണം, അമ്മേരെ കൂടി സഹായിക്കണം. വൈദ്യർക്ക് 1-ാം സ്ഥാനം വാങ്ങിച്ചു കൊടുക്കേണ്ടിയുണ്ട്. എൻ്റെ വൈദ്യർക്ക് പാവപ്പെട്ട മക്കൾക്ക് 1-ാം സ്ഥാനം കൊടുക്കേണ്ടിയുണ്ട്. പാവപ്പെട്ട ഒരു അമ്മയായപ്പം അമ്മയ്ക്ക് അത്രയ്ക്ക് അവഹേളനമാണ്. വൈദ്യന് എന്ത് വിലയെന്നല്ലേ കേൾക്കണത്? വൈദ്യന് ഒരു വിലയില്ലെന്നാണ് പറയുന്നത് ഈ ത്രേസ്യാപുരത്ത്. വൈദ്യന് വിലയുണ്ട് മക്കളെ, വൈദ്യർക്ക് വിലയുണ്ട്. അവരിത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവത്തിന് വിലയുണ്ട്. അത് നമുക്ക് നാട് മൊത്തം ഒരുമിച്ച് നിന്ന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ ത്രേസ്യാപുരത്തിലെ മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ടിയുണ്ട്. ഇത്രയും വളർന്നുകൊണ്ടിരിക്കണമെങ്കിലും മനസ്സുകൾ വളരാതിരിക്കണം വ്യക്തികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടിയുണ്ട്. എൻ്റെ പിതാക്കന്മാരെല്ലാം നമ്മൾ ഒന്നായി ചേർന്ന് നിൽക്കണം. എല്ലാവരും എൻ്റെ സ്വരം കേൾക്കണം. എല്ലാവരും ഇതിനു വേണ്ടി ഇത് കേൾക്കണം. ഇവിടുത്തെ ഇത് കേൾക്കണം. ഇവിടെ ഇത് നടന്നതാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. അത്രയ്ക്ക് ഭയങ്കര ഇതാണ് ഇവിടുത്തെ ഈ ഗസമം നടക്കണം. വൈദ്യന് 1-ാം സ്ഥാനം കൊടുക്കണില്ല, ഒരു സിസ്റ്ററിന് 1-ാം സ്ഥാനം കൊടുക്കണില്ല. ഇവിടെ ഒരു ഫംഗ്ഷന് വന്നപ്പോൾ സിസ്റ്ററിനല്ല വെള്ളം കൊടുത്തു എന്ന് കേൾക്കണത്. ഒരു അമ്മയ്ക്ക് കിട്ടിയില്ല, എൻ്റെ അമ്മയ്ക്ക് കിട്ടിയില്ല എന്നാണ് സ്ഥാനത്ത് നിൽക്കുന്നവർ കേൾക്കണത്. സിസ്റ്ററിന് വേണം 1-ാം സ്ഥാനം കൊടുക്കുവാൻ. വൈദ്യർക്ക് സിസ്റ്ററിന് 1-ാം സ്ഥാനം കൊടുത്തേ പറ്റൂ. എൻ്റെ പിതാക്കന്മാരെല്ലാം ഇത് കാണണം, എൻ്റെ യൂട്യൂബ് എല്ലാവരും കാണണം. എന്നുവെച്ചാൽ ഇത് ന്യായത്തിനും സത്യത്തിനും വേണ്ടിയുള്ള അമ്മയുടെ ഒരാഗ്രഹമാണ്. ഇത് നടന്നേ പറ്റൂ. ഈ ഗസമന്തോട്ടത്തിലും ഇല്ല, എല്ലാ പള്ളികളിലും ഇത് നടന്നേ പറ്റൂ. വൈദ്യർക്ക് വൈദ്യർക്ക് 1-ാം സ്ഥാനം കൊടുക്കാത്ത പള്ളികളിൽ എല്ലായിടത്തും 1-ാം സ്ഥാനം കൊടുക്കണം. ആദ്യം കൊടുക്കേണ്ടത് വൈദ്യർക്കാണ് ആഹാരം. കൊടുത്തിട്ട് വേണം ബാക്കിയുള്ളവർ കഴിക്കാൻ. എൻ്റെ ചില മക്കളെ ഇത് ഇവിടെ പറയുമ്പോൾ എന്നെ അടിക്കാൻ ഓട്ടിക്കുകയാണ്. ബാക്കി പറഞ്ഞ ആഹാരം ആക്കി കൊടുക്കണം. പാവപ്പെട്ട ഇവിടെ കിടക്കണം നമ്മളെ മക്കളായ പട്ടികൾക്കല്ല കൊണ്ട് കൊടുക്കാനുള്ളത്, പാവപ്പെട്ട മക്കൾക്ക് കൊടുക്കുക. ഇത് ലാസറും അങ്ങ് താഴെ പുഴുത്ത് കിടക്കുമ്പോൾ അവരോരോ വീടുകളിലാണ് വാരിക്കെട്ടിക്കൊണ്ട് പോണത്. അതാണ് അമ്മ ആഹാരത്തിന് ക്രിസ്മസിനന്ന് കേക്കിന് കാവൽ നിന്നത് അമ്മയാണ്. എന്നിട്ടും അവിടെയും ഒളിപ്പിച്ച് വെക്കുന്ന കാഴ്ചകളാണ് അമ്മ ഈ ഗസമന്തോട്ടത്തിൽ കണ്ടത്. എന്നെ ഇവിടെയുള്ള ആളുകൾ എന്നെ ഓടിച്ചിട്ട് അടിച്ചിട്ട് പറയാണ്, നിനക്ക് വേണ്ടി പറയാൻ ഇവിടെ ആരുമേ ഇല്ലെന്നാണ് പറയണത്. എനിക്ക് ദൈവമുണ്ട്. എൻ്റെ പിതാക്കന്മാർ കേൾക്കണം. ഞാൻ നിങ്ങളെ കൈയെടുത്ത് തൊഴുകയാണ്. എനിക്ക് ആരുമേ ഇല്ല. എന്നെ ഓട്ടിച്ചിട്ട് അടിക്കുകയാണ്. എൻ്റെ വസ്തുവിൽ വരെ കയറി മരങ്ങളെല്ലാം മുറിച്ചിട്ടിട്ട് കേൾക്കുകയാണ്. എൻ്റെ വകയെ നശിപ്പിച്ചാൽ പോലും നിനക്ക് കേൾക്കാൻ ആരുമില്ലെന്ന്. എൻ്റെ ദൈവമേ, എനിക്ക് ദൈവമേ ഉള്ളൂ. നിങ്ങളെ ഞാൻ ദൈവമായി കാണുകയാണ്. എൻ്റെ പിതാക്കന്മാരെ എല്ലാ കാര്യത്തിലും ഇടപെടണം. എൻ്റെ എല്ലാ ദൈവമേ, എനിക്ക് ഇതിന് ഉത്തരം തന്നേ പറ്റൂ. എനിക്കിതിന് ഉത്തരം തരണം. അത്രയ്ക്ക് എൻ്റെ വൈദ്യൻ പറയണതൊന്നും ഇവിടെ ആരും അനുസരിക്കണില്ല. എൻ്റെ ദൈവം പറയണതൊന്നും ഇവിടെ അനുസരിക്കണില്ല. വൈദ്യന് 1-ാം സ്ഥാനം വാങ്ങിച്ച് ഇവിടെ കൊടുക്കണം. ഇവിടെ അത്രയ്ക്ക് വളരണം നല്ലൊരു പള്ളിയാണ്. ഇവിടെ അത്രയ്ക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ പറയണ കാര്യങ്ങളെല്ലാം പ്രവചനം വഴി എല്ലാം നടക്കണം. പക്ഷേ ആളുകൾ മോശമാണ്. ഇവിടുത്തെ ആളുകൾ അത്രയ്ക്ക് പറയുമ്പം ആളുകളെ ഓട്ടിച്ചിട്ടടിക്കുകയാണ്. വാ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് പറയണത്. നിനക്ക് വേണ്ടി പറയാൻ ആരും ഇല്ലെന്നാണ് പറഞ്ഞ് ഓട്ടിച്ചിട്ടടിക്കണത്. എനിക്ക് ദൈവമേ ഉള്ളൂ എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. എനിക്ക് ദൈവമേ ഉള്ളൂ. എല്ലാ പിതാക്കന്മാരും എൻ്റെ സ്വരം കേൾക്കണവർ എൻ്റെ മക്കൾക്ക് 1-ാം സ്ഥാനം വാങ്ങിച്ചു കൊടുക്കേണ്ടിയുണ്ട്. അവർക്ക് ന്യായം വാങ്ങിച്ചു കൊടുക്കേണ്ടിയുണ്ട്. അവർക്ക് നീതി കൊടുക്കേണ്ടിയുണ്ട്. അവർക്കൊരു വിലയില്ലെന്ന് പറഞ്ഞാണ് ഓടിച്ചടിക്കുന്നത്. അതുകൊണ്ട് വൈദ്യരെല്ലാം കഥകടച്ച് കരയുകയാണ്. ഇവിടെ വരണ വൈദ്യർക്ക് കണ്ണീരും ദുഃഖവും ദുരിതവുമാണ്. അതെല്ലാം നമുക്ക് തീർത്ത് കൊടുക്കേണ്ടിയുണ്ട്. എൻ്റെ പിതാക്കന്മാരെ, നിങ്ങളെ എനിക്ക് ഇന്നലെ തന്നെ ഇന്ന് രാവിലെ കണ്ടില്ല, പിന്നീടാണ് ഉച്ചയ്ക്കേഷാണ് ഇതെടുത്ത് വായിക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ഇത്രയും പേര് ഇതിനു വേണ്ടി ഓരോ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചർച്ചകൾ ചെയ്യുകയാണ്. എൻ്റെ ഈ ഗസമന്തോട്ടത്തിൽ ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഇവിടെ ഈ ബൈബിളിൽ നടക്കും പോലെയുള്ള കഥകളാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ യേശുവിനെ ക്രൂശിച്ച് അത്രയ്ക്ക് പെണ്ണിൻ്റെ പേരിലും വലിയൊരു കുരിശാണ് എടുത്തു വെച്ച് കൊടുത്തത്. എൻ്റെ പിള്ള ഒരു തെറ്റും ചെയ്തില്ല. എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തില്ല. അവൾക്ക് ഞാൻ നല്ലൊരിത് രാജകുമാരനെ കൊണ്ടുവന്ന് അവളെ മുമ്പ് നിർത്തി എൻ്റെ മുമ്പ് നിർത്തി അവൾക്ക് ഞാൻ കല്യാണം എടുത്തു കൊടുക്കും. അമ്മ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ചില നാട് കേൾക്കാൻ കരുതി.
അത്രയ്ക്ക് നല്ലൊരു പെങ്കൊച്ചിനെ വെച്ച് അത്രയ്ക്ക് പീഡനങ്ങളാണ് എൻ്റെ പിള്ളേക്ക് കൊടുത്തത്. ജാതി പറഞ്ഞ് അടിക്കണു. നിങ്ങളെല്ലാം അറിയണം. ഇവിടെ നടന്ന സംഭവമാണ്. ഇതെല്ലാം മൂടി വയ്ക്കാതെ, ഒളിപ്പിച്ച് വയ്ക്കാതെ, ഈ പീഠത്തിൻ്റെ അടിയിൽ വെച്ചിരി, നീ ഇതെടുത്ത് മീത വയ്ക്കരുത്. ഇതിനെല്ലാം വെളിയിൽ പറഞ്ഞുകൊണ്ട് എന്നെയും ഇട്ട് ആക്രമിക്കുകയാണ്, കൊല്ലാൻ ഓട്ടിക്കുകയാണ്. എന്നെ വീട് മൊത്തം എൻ്റെ എനിക്ക് വസ്തുവകകളെല്ലാം എന്നെ വെട്ടി വെളുപ്പിച്ച്, നിനക്ക് ആരുണ്ട്, നിനക്ക് കേൾക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് എന്നെ ഓട്ടിച്ചിട്ട് അടിച്ച് കൊല്ലുകയാണ് മക്കളെ. നാടെല്ലാം അറിയണം. അതുകൊണ്ട് എല്ലാ സഹായവും, ഇവിടെ വരാനുള്ള എല്ലാ സഹായവും അമ്മേരെ യൂട്യൂബ് വഴി തരണേ മക്കളെ. അമ്മയ്ക്കല്ലെങ്കിൽ പിതാക്കന്മാർ കേൾക്കാനാണ് പറയണത്. വൈദികൻ എന്തൊരു വില, നിനക്ക് എന്തൊരു വിലയെന്ന് ചോദിച്ചാണ് എന്നെ ഓട്ടിച്ചിട്ട് അടിച്ച് കൊല്ലുന്നത്. എൻ്റെ ചെല്ല മക്കളുകളെ, നാടറിയണം ഇതെല്ലാം. ഇവിടെ ഈ ബൈബിളിൽ നടക്കും പോലെയുള്ള എല്ലാ കഥകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ഭയങ്കരമായ പീഡനങ്ങളാണ് ഇവിടെ വൈദികർ അനുഭവിച്ച് പോയതും എൻ്റെ മകൻ അനുഭവിച്ചത്. എൻ്റെ മകൻ അത്രയ്ക്ക് പീഡകൾ അനുഭവിച്ച് പോയി. എൻ്റെ ചെല്ല മക്കളുകളെ, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. നിങ്ങൾ അത്രയ്ക്കൊണ്ട് അമ്മയെ കൊല്ലാൻ ഓട്ടിക്കുകയാണ് മക്കളെ ഈ ഗസമൻ തോട്ടത്തിൽ. അത്രയ്ക്ക് അമ്മയ്ക്ക് പീഡനം തരണം. അപ്പോൾ വൈദ്യർ എത്രമാത്രം പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ തന്നെ പറ്റും. ഇതിൽ കൂടി തന്നെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, അമ്മ വൈദ്യരെ കുറിച്ചുള്ള പീഡകൾ വെളിയിൽ പറഞ്ഞത് കൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയും പീഡനം. നിനക്ക് വേണ്ടി ഇനി പറയാൻ ഈ നാട്ടിൽ ആരുമേ ഇല്ലെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞ് കൊല്ലുകയാണ്. ഈ ത്രേസ്യാപുരത്തുള്ള ആൾക്കാർ പറഞ്ഞ് ഓട്ടിക്കുകയാണ്. എൻ്റെ വകകളെല്ലാം, ഞാൻ കള്ളം പറയണമല്ല, എൻ്റെ റബ്ബർ മരങ്ങളെല്ലാം ആക്രമിച്ച് അമ്മ അതാണ് പറഞ്ഞു ഒരു ഞായറാഴ്ച എന്നൊക്കെ. അമ്മയ്ക്ക് അത്രയ്ക്ക് പീഡനങ്ങൾ അമ്മയ്ക്ക് ഓട്ടിച്ചിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ് ചെല്ല മക്കളെ ഈ നാട്ടിലെ മക്കൾ. അത്രയ്ക്ക് മനസ്സ് ശരിയില്ലാത്ത മക്കൾ. അതുകൊണ്ട് എല്ലാ സഹായവും അമ്മേരെ കൂടി വന്നില്ലെങ്കിൽ വൈദ്യർക്ക് ഒരു വിലയുമില്ല. ഇവിടെ വരണ വൈദ്യർക്ക് ഒരു വിലയുമില്ല. വൈദ്യർ കൂടി, പിതാവിൽ കൂടി അമ്മയുടെ ആഗ്രഹം സാധിക്കേണ്ടിയുണ്ട് മക്കൾ. അതുകൊണ്ട് എല്ലാ സഹായവും, കൈസഹായവും എല്ലാ ജില്ലക്കാരും നിങ്ങൾ കൈയൊഴിഞ്ഞ് ഈ പാവപ്പെട്ടവൻ്റെ സഹായം അമ്മേരിൽ കൂടി തരേണ്ടതുണ്ട്. എൻ്റെ ചെല്ല മക്കളുകളെ, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. ഗൾഫിരിക്കണം മക്കളും എല്ലാവരും എൻ്റെ സ്വരം കേൾക്കണം. എല്ലാ മക്കളും അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ. അമ്മ പ്രവചിക്കാൻ കഴിവുള്ള ഒരു അമ്മയാണ്. അമ്മയെ ഇങ്ങനെ ഓട്ടിച്ചടിക്കുമ്പോൾ ഒരു വൈദികനെ എങ്ങനെ ഇട്ട് നോവിക്കും? അമ്മയ്ക്ക് ഈ വേദന തരുമ്പോൾ, അമ്മയ്ക്ക് അമ്മയെ കൊല്ലിക്കാനുള്ള ഈ നാട് ഓടുമ്പോൾ വൈദികൻ എന്തുമാത്രം വേദനയായിരിക്കും ഇവിടെയുള്ള വൈദികൻ എന്തുമാത്രം വേദന കൊടുക്കണമായിരിക്കും ഇവിടെയുള്ള ആൾക്കാർ. മക്കളെ അറിയുക, എല്ലാവരും അറിയുക. സത്യം ജയിക്കേണ്ടിയുണ്ട്. ന്യായവും സത്യവും അധർമ്മത്തിന് നമ്മൾ മുട്ടുകുത്തിക്കണം. നമ്മൾ അതിനെ തോൽപ്പിക്കണം. നമുക്ക് സത്യവും ന്യായവും എല്ലായിടവും ജയിക്കണം. സത്യമാണ് ജയിക്കേണ്ടത്. സത്യമായ വചനം നമ്മൾ മുറുകെ പിടിക്കണം. എൻ്റെ ചെല്ല മക്കളുകളെ, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. ആ കുടുംബത്തിനെ നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങളെ മക്കളെ സ്നേഹിക്കണം. നിങ്ങൾക്ക് വളർച്ചയുണ്ടാവും. അമ്മയാണ് പറയണത്. എല്ലായിടങ്ങളിലും അമ്മ ഇറങ്ങി വരും, എല്ലാ ജില്ലകളിലും വരും അമ്മ. എൻ്റെ ചെല്ല മക്കളുകളെ, നിങ്ങളെല്ലാം സന്തോഷമുള്ള മക്കളായി തീരണം. അമ്മ നിർത്തുകയാണ്.